ശ്രീ നാരായണൻ നമ്പൂതിരി, ഇപ്പോൾ മണിപ്പൂരിലെ സംഭവങ്ങൾ അത് മണിപ്പൂർ ഇനിയും അശാന്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള കക്ഷികൾ മുന്നോട്ട് വെക്കുന്നുമുണ്ട് വളരെ ശക്തമായി തന്നെ. ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? മണിപ്പൂരിലെ രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. അത് ഈ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒരു ഗവൺമെന്റിന്റെ ഏതെങ്കിലും നടപടിയല്ല. ഇത് 2013 UPA സർക്കാരാണ് മേത്തി വിഭാഗത്തെ ഗോത്ര വിഭാഗമായി അംഗീകരിച്ചത്. ഞാൻ മനസ്സിലാക്കണം അങ്ങനെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കോടതി വിധികൾ അടക്കം വരുമ്പോൾ അതിനെ സംബന്ധിച്ച് തുറന്നുണ്ടായ തർക്കങ്ങളാണ്. ഗവൺമെന്റിന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഗവൺമെന്റ് ചെയ്യുന്നു. ഇത് അടിച്ചമർത്തുക എന്നൊക്കെ പറയുന്നത് ഈ കലാപകാരികളായി വരുന്നവരെ മുഴുവൻ വെടിവെച്ച് അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ കലാപത്തിന്റെ പിന്നിൽ മറ്റു ചില ബാഹ്യശക്തികളുണ്ട്. പിടിച്ചെടുത്ത ആയുധങ്ങൾ ചൈനീസ് നിർമ്മിതമാണ് എന്ന് വരെ പറയുന്നു. അപ്പോൾ ഇതിപ്പോ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ കലാപം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ചില ശക്തികൾ ആ കലാപം തുടരാനുള്ള ശ്രമം നടത്തുന്നു. അതിനപ്പുറത്തേക്ക് ഗവൺമെന്റിന്റെ നടപടികൾ വീണ്ടും തുടരും. പട്ടാളത്തെ ഇറക്കി ഇതെല്ലാം ചെയ്യുമ്പോൾ, പട്ടാളത്തെ ഇറക്കുമ്പോൾ സ്ത്രീകളെ മുമ്പിൽ നിർത്തി അതിനെ പട്ടാളത്തെ പ്രതിരോധിക്കുന്നു. അപ്പോൾ ഒരു വളരെ ബോധപൂർവമായ ഒരു പരിശ്രമം ഈ കലാപം തുടരാൻ ഉണ്ടാകുന്നു. അത് ഈ നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ ആ കലാപം തുടരാൻ പാകത്തിലുള്ള ഈ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോഴും, സ്നേഹത്തിന്റെ കടയൊക്കെ തുറക്കുമ്പോഴും, ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാകുന്ന സ്ഥലത്ത് അത് സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതല്ല. അതൊരു സ്വാഭാവികമായി അത് നടക്കുന്നു. ഇതിനിപ്പോ ഗവൺമെന്റിന്റെ മന്ത്രിമാരുടെ BJP മന്ത്രിമാരുടെ വീടുകൾ വരെ തീ വെച്ചു. അപ്പോ ഈ കലാപത്തിൽ സർക്കാർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. അത് പ്രധാനമന്ത്രിയുടെ മൗനമാണ് പ്രധാനമായി ഉയർത്തി കാണിക്കുന്ന ഒരു വിഷയം. ഇത്തരത്തിൽ 10-60 ദിവസമായി ഒരു സംസ്ഥാനം നിന്ന് കത്തുന്ന സമയത്ത് പോലും അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോട് സംയമനം പാലിക്കണം, സമാധാനത്തിൽ ഉണ്ടാവണം, സമാധാനത്തിലേക്ക് പോകണം എന്നുള്ളൊരു ആഹ്വാനം പോലും നൽകാൻ പ്രധാനമന്ത്രിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിമർശനം. അല്ല, ഇത് ഒരു കലാപം ഉണ്ടായപ്പോ ഒരു വൻമരം വീഴുമ്പോ ഇങ്ങനെയൊക്കെ ചിലതുണ്ടാകുമെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയുടെ പിന്മുറക്കാരാണ് ഇപ്പൊ പ്രധാനമന്ത്രി മിണ്ടുന്നില്ല. പ്രധാനമന്ത്രി അല്ല, ആഭ്യന്തരമന്ത്രി അതിന്റെ ഇടപെട്ടിട്ടുണ്ട്. 2 വട്ടം ആഭ്യന്തരമന്ത്രി സന്ദർശിച്ചു. ഈ 2 വിഭാഗത്തിൽപ്പെട്ടവരെയും കൂടി ഇരുത്തി സംസാരിച്ചു. നടപടികൾ നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മിണ്ടണം, പ്രധാനമന്ത്രി സംസാരിക്കണം എന്നുള്ളത്. സംസാരിക്കേണ്ട ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഡൽഹി കത്തിയെറിയുമ്പോ, സിഖുകാരെ ഇങ്ങനെ പച്ചയ്ക്ക് കത്തിക്കുമ്പോ അതൊരു വൻമരം വീണാൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു. അതേ ന്യായം തന്നെയാണോ നമ്മൾ ഇവിടെയും പറയേണ്ടത്? അതേ ന്യായം തന്നെയാണോ നമ്മൾ ഇവിടെയും പറയേണ്ടത്? അത് പക്ഷേ അതിനെ വിമർശിക്കുമ്പോൾ പോലും നമ്മൾ അതിനെ ഒരു ന്യായീകരണമായിട്ട് എടുക്കുകയല്ലേ? അപ്പോൾ അത്തരത്തിൽ നമ്മൾ അതിനെ ആ സമാന രീതിയിൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നടപടി ഉണ്ടായി. BJP മന്ത്രിമാരുടെ വീടുകൾ വരെ കത്തിക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു. നടപടി സ്വാഭാവികമായി പട്ടാളത്തേർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ കലാപകാരികളെ മുഴുവൻ വെടിവെച്ച് കൊല്ലണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരിക്കലും അങ്ങനെയല്ല. അവിടെ സമാധാനം സ്ഥാപിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കണ്ടേ? ഞാൻ പറഞ്ഞത് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന ചർച്ചകൾ നടക്കുന്നു. പട്ടാളത്തെ ഇറക്കി ഫ്ലാഗ് മാർച്ച് നടത്തുന്നു. പക്ഷെ ഈ സമാധാന അന്തരീക്ഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ചില ഭാഗങ്ങളിൽ നടക്കുന്നു. അത് കണ്ടെത്താനും അതിന് തടയിടാനുമുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത്. ഇത് ഈ മണിപ്പൂരിലെ ഈ 2 വർഗങ്ങൾ തമ്മിലുള്ള, ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള കലാഭീതി ഇന്നലെ തുടങ്ങിയതല്ല. ഇത് കാലങ്ങളായി ഉള്ള ഒരു തർക്കമാണ്. ആ തർക്കത്തിന് ആക്കം കൂട്ടിയതാണ് 2013 മേത്തി വിഭാഗത്തെ ഗോത്ര വിഭാഗമായി അംഗീകരിച്ചത്. ഇത് ഈ BJP MLA-മാരും BJP മന്ത്രിമാരും അടങ്ങുന്ന ആളുകൾ അവിടെ ആക്രമിക്കപ്പെടുകയാണ്. അപ്പൊ ഈ ഒരു കലാപം ഉണ്ടാകുമ്പോൾ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള ശ്രമമല്ല വേണ്ടത്, അത് ഇല്ലാതാക്കാനാണ് ശ്രമം വേണ്ടത്. ഇതൊരു ഗോത്ര തർക്കമാണ്. ആ ഗോത്രങ്ങൾക്കും സ്വാഭാവികം അവരുടേതായ പരമ്പരാഗത വൈര്യമുണ്ട് അവർക്ക് തമ്മിൽ. ഇത് വളരെ നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമില്ല. അപ്പൊ അതിൻ്റെതായ സമയമെടുക്കും, ചർച്ചയുണ്ടാവും. ഇതിനപ്പുറത്തേക്ക് BJPക്ക് പ്രത്യേകിച്ച് എന്താ പറയാനൊന്നുമില്ല. തീർച്ചയായും സമയം എടുക്കും, ഇനിയും സമയം എടുക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് എന്നുള്ളതാണ്
ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് BJPയുടെ ഭാഗത്തു നിന്നും ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. അവർക്ക് അതനുസരിച്ചുള്ള ഒരു പോരാട്ട വീര്യം അവരിൽ ഉണ്ട്. അവർ ആ നിലക്ക് തന്നെയുള്ള പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ആക്രമങ്ങളെയും അല്ലെങ്കിൽ അതിക്രമങ്ങളെയും ഈ ഒരു കലാപത്തെയും ഒരു തരത്തിലും ശാന്തമാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ശാന്തമാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇതിന് പുറത്ത്